എൻ്റെ കയ്യിലിരിക്കുന്നത് ബാലസർവാംഗം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു മരുന്നാണ്. ആയുർവേദത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് ബാലസർവാംഗത്തെ കണക്കാക്കുന്നത്. ഇത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പേറ്റന്റ് മെഡിസിനാണ്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ്. ബാലസർവാംഗം എന്നാണ് പേരെങ്കിലും ഇത് കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും പ്രായമുള്ളവർക്ക് വരെ കൊടുക്കുന്ന മരുന്നാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളിത് കഴിക്കാൻ പാടില്ല. ശാന്തിഗിരി വൈദ്യശാലയിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ സജഷൻ അനുസരിച്ച് പ്രിസ്ക്രിപ്ഷനോട് കൂടി വേണം ഇത് കഴിക്കാൻ. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്ലിനിക്കലി പ്രൂവൺ ടു എൻഷുർ ഇമ്മ്യൂണിറ്റി ഓഫ് ദ ബോഡി ആൻഡ് റെസിസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ. ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൊടുക്കാനും എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷനിൽ നിന്ന് ബോഡിയെ പ്രിവെന്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യും. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം. ഗുരു ഒരാൾക്ക് ഈ മരുന്ന് കൊടുക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് ഏറ്റവും വലിയ മരുന്നാണ് ഈ തരുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണിത്. അത്രയും അധികം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ മരുന്നിൽ ചേർത്തിരിക്കുന്നത്. കുട്ടികൾക്കുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസിന്, ആസ്മ, അതുപോലെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും ഈ മരുന്ന് ഒരു ഒറ്റമൂലിയാണ്. 50ഓളം മരുന്നുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് പഥ്യമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് പൊതുവെ തേനിൽ ചേർത്താണ് കഴിക്കുന്നത്, കാരണം ഭയങ്കര കയ്പാണ്. ഇപ്പോൾ ഇത് ക്യാപ്സ്യൂൾ ഫോമിലും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതിൽ 2 മോഡൽസിനെ നിങ്ങൾക്ക് കാണാം. ഒന്ന്, ഇത് എൻ്റെ മോനാണ് ഗുരുകൽപ്പനൻ. പിന്നെ ഇത് നന്മ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന രമ ടീച്ചറുടെയും ഗോപി സാറിൻ്റെയും മോളാണ്. അതുകൊണ്ട് ശാന്തിഗിരി ആയുർവേദ വൈദ്യശാലയിലെ ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ മരുന്ന് കഴിക്കാം. കാരണം ഇത് ഞാൻ പരിചയപ്പെടുത്തിയെന്ന് വെച്ചാൽ ഇതിന് വേറെ അഡ്വർടൈസ്മെന്റ് ഒന്നും നിങ്ങൾ കാണില്ല. ഇത് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മളിവിടെ പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട്, വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട്, അതിന്റെ ആ ഒരു അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആയതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചു മാത്രം.